മലയാളികൾക്ക് സദ്യയില്ലാതെ എന്തോണം അല്ലെ? ഇന്ന് നമ്മൾ പരിപ്പ് കറി മുതൽ പാലട പായസം വരെ ഒറ്റ ഫ്ലോയിൽ ചെയ്തു പോവാണ്. അതും ഈ ഒരു ട്രൈപ്ലേ കുക്ക്വെയർ മാത്രം ഉപയോഗിച്ച് മുഴുവൻ സദ്യയും നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കറി ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ മൂങ് ദാൽ എടുത്തിരിക്കുന്നത്. നമ്മൾ മൂങ് ദാലിന്റെ ഒട്ടും കളർ ചേഞ്ച് ആവാതെ എല്ലാ സൈഡും ഒരേപോലെ കുക്ക് ആവുന്ന രീതിയിൽ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിൽ നല്ല ഭംഗിയിൽ നമ്മൾ വറുത്ത് മാറ്റാണ്. ഇനി നമ്മൾ ഈ മൂങ് ദാൽ വാഷ് ചെയ്യാൻ പോവാണ്. ഇത് പ്രസ്റ്റീജിന്റെ സ്വച്ഛ് ട്രൈപ്ലൈ പ്രഷർ കുക്കറാണ്. നമ്മൾ വൃത്തിയായിട്ടുള്ള മൂങ് ദാൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ്, നെയ്യ്, അല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നതിന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ തേങ്ങാ പേസ്റ്റ് തയ്യാറാക്കി മാറ്റാണ്. ചെറുള്ളി, പച്ചമുളക്, ചെറിയ തേങ്ങ, ജീരകം, അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പൊ ഈ കുക്കറിൽ ഈവനായിട്ട് ചൂട് നിൽക്കുന്നതുകൊണ്ട് ദാലെല്ലാം ഭംഗിയായിട്ട് വെന്ത് വന്നു. തേങ്ങ അരപ്പിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തടുക്ക തയ്യാറാക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുത്തു. ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. നമ്മുടെ തയ്യാറായി വന്ന ദാലിന്റെ മുകളിലേക്ക് നമ്മൾ തടുക്ക് കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ സദ്യയുടെ അടുത്ത വിഭവമായിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാൻ പോവാണ്. വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ടുള്ള 1 കപ്പ് പരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതിലേക്ക് 2 ചെറുള്ളി, കല്ലുപ്പ് നന്നായി മിക്സ് ചെയ്ത് കുക്കർ 3 വിസിൽ വരുന്നവരെ അടച്ചു മാറ്റി വെച്ചു. പ്രസ്റ്റീജിന്റെ ട്രൈപ്ലേ ഡീപ് കടായിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഈ പാന്റെ ബോഡി നല്ല തിക്ക് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഹീറ്റ് എത്തും. നമ്മൾ വേറൊരു കടായിലേക്ക് ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു. ചോപ്പ് വെച്ചിട്ട് സവാള കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, ഉണക്കമുളക്, ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായും തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി സോത്ത് ചെയ്തെടുത്തു. നമുക്ക് ഇതിന്റെ മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, അല്പം കായം കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളത്തിൽ ഇതെല്ലാം നന്നായി കുക്കായി വരും. അല്പം ശർക്കര കൂടി നമ്മൾ ഇതിലേക്ക് ചിരകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. നമ്മൾ വെജിറ്റബിളിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മസാല എല്ലാം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്നിച്ച് നല്ല ജോയിന്റ് ആയിട്ട് കുക്കായിട്ട് വന്നു. ഈ മസാല എല്ലാം ഈ വെജിറ്റബിളിലേക്കും ിലേക്ക് വന്നപ്പോൾ നമ്മുടെ കിച്ചൺ മുഴുവൻ സാമ്പാറിന്റെ ഒരു ഫ്ലേവർ നിറഞ്ഞു. ഈ സ്മെല്ല് ഒരു ബോട്ടിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മലയാളികളും വാങ്ങിച്ചേനെ. നല്ല തിക്കായിട്ടുള്ള അടിപൊളി സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഓരോ റെസിപ്പി ആയിട്ട് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. എല്ലാ റെസിപ്പി ഒന്നിച്ച് ചെയ്യുമ്പോഴല്ലേ കുറച്ച് മടി തോന്നാം അല്ലെ? അപ്പൊ നമുക്ക് അടുത്തായിട്ട് അവിയൽ ചെയ്യാൻ നോക്കാം. സദ്യയിലെ മെയിൻ ആയിട്ടുള്ള അവിയൽ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം ആദ്യം തന്നെ പാനിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കല്ലുപ്പ്, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഇത്തരം ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. ഇപ്പൊ തന്നെ നമുക്ക് അവിയലിന്റെ മുഴുവൻ ടേസ്റ്റും അറിയാൻ പറ്റും. ഇനി നമ്മൾ ഒരു വാഴയിൽ വെച്ച് അടച്ച് വളരെ സ്ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ചിരകിയ തേങ്ങയിലേക്ക് പച്ചമുളക്, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം ഇതെല്ലാം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തോരനിലും കുറച്ചും കൂടി ഡീപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് ചമ്മന്തി പോലെ അരഞ്ഞു പോകരുത്. ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്മെല്ല് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. തോരനിലും കുറച്ചും കൂടി കൂടുതലായിട്ട് വേണം അവിയലിന് അറിയാൻ. നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ചേനയൊക്കെ ജസ്റ്റ് എടുത്ത് ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കഷ്ണങ്ങൾ വെന്തോന്ന്. പുളി കുറവുള്ള നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഇതിന്റെ മൊത്തം കളർ മാറും. കാരണം നമ്മൾ കാശ്മീരി മുളക് കൂടി ഇട്ടുകൊണ്ട് ചെറിയ റെഡിഷാണ് നമ്മുടെ അവിയലിന്. പക്ഷെ തൈര് വന്നു കഴിയുമ്പോൾ അത് ഫുള്ള് യെല്ലോ കളറായിട്ട് നമ്മുടെ അവിയൽ മാറും. അപ്പൊ നമ്മുടെ അവിയൽ കൂടി റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഇലയുടെ ഒരു സൈഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അറ്റം വരെ കിടക്കുകയാണ്. ക്യാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് പ്രസ്റ്റീജിന്റെ ഫ്രൈ പാനിൽ ആദ്യം തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിൽ കടുക് പൊട്ടിച്ചു, സവോള ഇട്ട് കൊടുത്തു, ഉണക്കമുളക്, കറിവേപ്പില, അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി സോത്ത് ചെയ്തെടുത്തു. ഈ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഭംഗിയായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇതെല്ലാം ഒരു വാഴയിൽ വെച്ച് നമ്മൾ അടച്ചു വെച്ചു. ഈ സമയത്ത് നമ്മൾ തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ തേങ്ങ, പച്ചമുളക്, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, സാദാ ജീരകം ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ തോരന്റെ പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എല്ലാം നന്നായി ഇളക്കി കൊടുത്തു. നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വാഴയിലയിൽ തോരൻ കൂടി വന്നതോടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ സദ്യ മാറി തുടങ്ങി. അപ്പൊ നമുക്ക് അടുത്തായിട്ട് കൂട്ടുകറി തയ്യാറാക്കാൻ നോക്കാം. ഇത് ആൾക്കാർ സദ്യക്ക് മാത്രമേ സാധാരണ തയ്യാറാക്കാൻ നോക്കാറുള്ളൂ. അല്ലാതെ ചെയ്യാൻ എല്ലാവർക്കും പൊതുവെ മടിയാണ്. കുക്കറിലേക്ക് 10 മണിക്കൂറുള്ള സോക്ക് ചെയ്തിട്ടുള്ള കടല ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഓയില് ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 5 വിസിൽ വരെ വേവിച്ച് മാറ്റി വെക്കുകയാണ്. കടായിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ടി വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തു. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു.
ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ ഇതിന്റെ തേങ്ങാ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോവാണ്. പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച കടല അതിന്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും അല്പം വെള്ളം ചേർത്ത് അടിച്ചു കൊടുത്ത പേസ്റ്റ് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ പാനിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ, കടുക് പൊട്ടിച്ചു, അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു, കാശ്മീരി മുളക് പൊടി എല്ലാം നന്നായിട്ട് നമ്മൾ സോത്ത് ചെയ്തെടുത്തു. ഈ ഒരു നല്ല റെഡിഷ് കളറിൽ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൂട്ടുകറി നമ്മൾ ഫിനിഷ് ചെയ്യാണ്. കൂട്ടുകറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല കട്ട തൈര് വെച്ച കാളം തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കായും ചേനയും അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഈ സമയം കൊണ്ട് നമ്മൾ ഇതിന്റെ തേങ്ങാ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോവാണ്. തേങ്ങയിലേക്ക് ചെറുള്ളി, പച്ചമുളക്, സാദാ ജീരകം, അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്ത് നമ്മൾ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ തേങ്ങയും പച്ചക്കറി എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും പുളിയില്ലാത്ത തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഗാർണിഷിനായിട്ട് താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നല്ല കുരുമുളക് കൂടിയും തൈരൊക്കെ വന്നുകൊണ്ട് എരിവും പുളിയും ചേർന്ന് നല്ലൊരു കുറുക്കാളം റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ അടുത്ത ഐറ്റം കാണാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ചെയ്യാൻ കുറച്ച് ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഐറ്റമാണ് നമ്മുടെ ഓലൻ. ഓലനായിട്ട് നമ്മൾ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങയും പൊട്ടറ്റോ കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില, പച്ചമുളക്. രണ്ടാം പാലിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വൻപയർ കൂടി വേവിച്ചെടുക്കുകയാണ്. ഒരു 4 വിസിൽ കൊണ്ട് വൻപയർ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ കൂടി ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ഓലൻ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഇല ഏകദേശം ഫില്ലായി തുടങ്ങി. നമ്മുടെ കിച്ചൺ ഏകദേശം അലമ്പായി തുടങ്ങി. പക്ഷെ നമ്മുടെ കുക്കിംഗ് എല്ലാം സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ കടായിലേക്ക് നമ്മൾ ആ ക്യൂബായിട്ട് കട്ട് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുത്തു. അല്പം വെള്ളം ഒഴിച്ചു. കറിവേപ്പില, വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ പേസ്റ്റ് തയ്യാറാക്കാണ്. അല്പം തേങ്ങ കൂടി വറുത്ത് അതിലല്പം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്ത് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സദ്യ ഏകദേശം ഫില്ലായി തുടങ്ങി. ഇനി 1-2 ഐറ്റേ ബാക്കിയുള്ളൂ. സദ്യ വട്ടൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി രസം കൂടി ആയാലും റീഫ്രഷ്മെന്റ് ആവുള്ളൂ. രസത്തിനുള്ള മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് റെഡ് ചില്ലി, ഉണക്കമുളക്, മല്ലി, കുരുമുളക്, സാദാ ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഉലുവ പൊട്ടിച്ചു, കടുക് താളിച്ചു. നമ്മൾ മിക്സ് ചെയ്ത് രസത്തിന്റെ മിക്സ് കൂടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഇതെല്ലാം ഒന്ന് സോത്തായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഈ സമയത്ത് വേണമെങ്കിൽ അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. മല്ലിയില ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വരാൻ സമയത്ത് ശർക്കര നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. കായപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മുടെ രസം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സദ്യയിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ബീറ്റ്റൂട്ട് പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പ്രസ്റ്റീജിന്റെ ഡീപ് കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് താളിച്ചു. അതിലേക്ക് നമ്മൾ ജൂലിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബീറ്റ്റൂട്ട് 2 ഇട്ട് കൊടുത്തു. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. തേങ്ങയിലേക്ക് പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, കടുക്, ജീരകം, ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റ് ചെയ്തെടുത്തു. ഈ സമയം കൊണ്ട് നമ്മുടെ ബീറ്റ്റൂട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇതിലേക്ക് തേങ്ങാ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായി മിക്സ് ആയി വന്നു. നല്ല കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി മിക്സ് ചെയ്തു. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയും റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ കൂടെ സദ്യയിൽ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുവിധ സദ്യ കഴിക്കുമ്പോൾ ആദ്യം വന്ന് ചോദിക്കുന്നത് പായസം റെഡി ആയതാണ്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പായസം നമുക്ക് തയ്യാറാക്കി നോക്കാം. നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള അട കൂടി സ്ട്രെയിൻ ചെയ്തിട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു. പാലിലാണ് നമ്മൾ അട കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നല്ല കുരുമുളക് ഇട്ട് അടിപൊളി രസം കുടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 15 മിനിറ്റോളം നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. ഈ കടായുടെ ബോഡി നല്ല തിക്കായതുകൊണ്ട് പായസം അടി പിടിക്കാതെ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടും നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കിട്ടി. ഇതിലേക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗാർണിഷിനായിട്ട് നമ്മൾ നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ അവസാനത്തെ ഐറ്റം പാലട പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സദ്യ എല്ലാം റെഡി. അപ്പൊ നമ്മുടെ സദ്യയിലെ ഇലയിലേക്ക് പഴം, ശർക്കര വരട്ടി, കായ വറുത്തത്, മുളക് കൊണ്ടാട്ടം, പപ്പടം. അപ്പൊ നല്ല എരിവും പുളിയുള്ള അച്ചാറ്, നല്ല മധുരവും പുളിയും എരിവുമുള്ള പുളിയിഞ്ചി, നല്ലൊരു ഓലൻ, കളർഫുൾ ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി, ഒരു മിക്സ് വെജ് തോരൻ, അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അവിയല്, മത്തങ്ങയും വൻപയർ എല്ലാം ചേർന്ന എരിശ്ശേരി, എല്ലാ പച്ചക്കറികളും കടലയും ചേർന്ന കൂട്ടുകറി, തൈരും ചേനയും കായ എല്ലാം ചേർന്ന കുറുക്കുകാളൻ. ഇനിയാണ് നമ്മുടെ പരിപ്പ് ചോറ്. പിന്നെ ചോറിലേക്ക് നമ്മുടെ ചൂടൻ സാമ്പാറും. പരിപ്പിലേക്ക് അല്പം നെയ്യ് കൂടി കൂട്ടിക്കുഴച്ച് നമുക്ക് ഭംഗിയായിട്ട് ചോറുണ്ടാം. പിന്നെ നമ്മുടെ രസം വന്നു, പായസം വന്നു, പച്ചമോര് വന്നു. നമ്മൾ പ്രസ്റ്റീജിന്റെ കുക്ക്വെയർ സെറ്റ് കൊണ്ട് മുഴുവൻ സദ്യയും ഭംഗിയായിട്ട് ചെയ്ത് തീർത്തു. കഴിഞ്ഞു വേണം.
അപ്പൊ ഇനി മുതൽ ഓണത്തിന്റെ തലേദിവസം ഒരുപാട് ഉറക്കം വിളിച്ച് ബുദ്ധിമുട്ടണ്ട. സ്മൂത്ത് ആയിട്ട് ഇനി ഓണസദ്യ ഉണ്ടാക്കാം. അപ്പൊ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.